വെൽക്കം ബാക്ക് ടു ട്രാവൽ എക്സ്പെരിമെൻറ്റ്സ് ആഫ്റ്റർ എ ലോങ് ബ്രേക്ക്. ഇന്ന് നമ്മൾ പോകുന്നത് ശാസ്താംകോട്ടയുടെ സ്വന്തം സായിപ്പിൻ്റെ ബംഗ്ലാവ് കാണാനാണ്. ഒരു വിദേശി നമ്മുടെ നാട്ടിൽ വന്ന് ഒരു ബംഗ്ലാവ് ഒക്കെ പണിത് സ്ഥിര താമസമാക്കണമെങ്കിൽ ഡെഫിനറ്റ്ലി ദർ വിൽ ബി എ വാലിഡ് റീസൺ ആൻഡ് മോസ്റ്റ് പ്രോബബ്ലി അതൊരു ലവ് സ്റ്റോറിയും ആയിരിക്കണം. ആൻഡ് ഇവിടെയും കഥ വ്യത്യാസപ്പെട്ട ഒന്നല്ല, ഇവിടെയും ഒരു ലവ് സ്റ്റോറി തന്നെയാണ് സംഭവം. 1993 ജർമ്മൻകാരനായ ഹാൻസ് ബോൾമാൻ എന്ന വ്യക്തിയാണ് ശാസ്താംകോട്ടയിലെ കായൽ തീരത്ത് സായിപ്പിൻ്റെ ബംഗ്ലാവ് എന്നറിയപ്പെടുന്ന ഈ മനോഹരമായിട്ടുള്ള വീട് നിർമ്മിച്ചത്. 1 ഏക്കർ 19 സെൻറ്റ് സ്ഥലത്താണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. തട്ടായി കിടന്ന ഈ ഒരു വസ്തുവിൽ പാറയൊക്കെ ഇട്ട് നിരപ്പാക്കി കായലിനെ പൂർണ്ണമായിട്ട് സംരക്ഷിച്ചുകൊണ്ടാണ് ഈ വീടും വസ്തുവും ഒക്കെ പരിപാലിച്ചത്. താൻ ജർമ്മനിയിൽ വെച്ച് പരിചയപ്പെട്ട ഏലിയമ്മയെ വിവാഹം കഴിച്ച് നമ്മുടെ ശാസ്താംകോട്ടയിൽ സെറ്റിൽ ആവുകയായിരുന്നു നമ്മുടെ സ്വന്തം ശാസ്താംകോട്ടയുടെ സ്വന്തം സായിപ്പ്. 9 വർഷം മുമ്പ് ഈ വീടൊക്കെ ബാക്കിയാക്കി അദ്ദേഹം മരണപ്പെട്ടു. പക്ഷേ ഇപ്പോഴും മനോഹരമായിട്ട് ഈ വീട് സംരക്ഷിച്ചു പോകുന്നുണ്ട്. ഈ ഒരു വീടിൻ്റെ ഏറ്റവും അട്രാക്റ്റീവ് ഫാക്ടർ എന്ന് വെച്ചാൽ കായലിലേക്ക് ഇറങ്ങുന്ന ഒരു പടവുണ്ട്. അവിടെ നിന്ന് കായൽ കാണാൻ എൻ്റെ പൊന്നോ, ശാസ്താംകോട്ട കായൽ പല സ്ഥലത്തു നിന്നും കണ്ടിട്ടുണ്ടെങ്കിലും ഇത്ര പീസ്ഫുള്ളായിട്ട് ഇത്ര മനോഹരമായിട്ട് ശാസ്താംകോട്ട കായൽ കാണുന്നത് ഇത് ആദ്യമായിട്ടായിരുന്നു. കുറച്ചധികം സമയം ഞങ്ങൾ അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു. കുറച്ച് നേരം ആ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അന്തരീക്ഷം ഞങ്ങൾ എൻജോയ് ചെയ്തു. അതൊക്കെ കഴിഞ്ഞിട്ട് അവിടുത്തെ കെയർ ടേക്കറിനോട് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു പ്രോപ്പർട്ടീനെ പറ്റിയിട്ടൊക്കെ ചോദിച്ചറിയായിരുന്നു, ഈ ഒരു പ്രോപ്പർട്ടീൻ്റെ ഹിസ്റ്ററിനെ പറ്റിയിട്ടും ഒക്കെ. അദ്ദേഹം വളരെ നല്ല രീതിയിൽ നമ്മളോട് കോപ്പറേറ്റ് ചെയ്തു, എല്ലാം നമുക്ക് കാണിച്ചു തന്നു, എല്ലാം പറഞ്ഞു തന്നു. ആൻഡ് ഇപ്പോഴും നല്ല രീതിയിൽ അവരെങ്ങനെയാണത് മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്നും ഒക്കെ പറഞ്ഞു തന്നു. പിന്നെ കുറച്ച് നേരം നമ്മൾ ആ ഒരു പ്രോപ്പർട്ടി ചുറ്റി കണ്ടു. അവിടെ നിറച്ചും മഞ്ചാടി മരങ്ങളായിരുന്നു. മഞ്ചാടിയൊക്കെ പറക്കി അതൊക്കെ കുറച്ച് നേരം എൻജോയ് ചെയ്ത് നമ്മൾ അവിടെയൊക്കെ കുറേ നേരം ചുറ്റി നടന്നിട്ടാണ് സായിപ്പിൻ്റെ ബംഗ്ലാവിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് പോകുന്നത്. സായിപ്പിൻ്റെ ബംഗ്ലാവ് എന്ന് ആദ്യം പറഞ്ഞപ്പോൾ നമ്മുടെ മനസ്സിലൊരു വിക്ടോറിയൻ നിർമ്മിതിയൊക്കെ ആയിരുന്നു. പക്ഷെ വന്ന് കണ്ടപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ കേരളത്തിലെ ഒരു സാധാരണ വീട് പോലെ, അത്യാവശ്യം നന്നായിട്ട് സെറ്റ് ചെയ്തേക്കുന്ന ഒരു വീട് പോലെ തന്നെയാണ് സായിപ്പിൻ്റെ ബംഗ്ലാവ്. പക്ഷേ എങ്കിലും ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ് പാർട്ട് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ആ ഒരു കായലും പിന്നെ അവിടുത്തെ ആ ഒരു പീസ്ഫുൾ അന്തരീക്ഷവും തന്നെയാണ്. ഇപ്പോഴും ക്ലീനായിട്ട് പരിപാലിച്ച് പോകുന്ന അവിടെ ആ ഒരു പീസ്ഫുൾ അന്തരീക്ഷമൊക്കെ കണ്ടു നിൽക്കാൻ ഒത്തിരി രസമാണ്. പിന്നെ സായിപ്പിൻ്റെ ബംഗ്ലാവിൽ നിന്ന് നേരെ ഇറങ്ങി ശാസ്താംകോട്ടയുടെ സ്വന്തം ബെസ്റ്റ് ബേക്കറിയിൽ പോയി നല്ല മൊരിഞ്ഞ പപ്സും ചായയും ഒക്കെ കുടിച്ച് ഞങ്ങൾ അവിടുന്ന് പുറത്തേക്ക് പോകുന്നു. ആൻഡ് ശാസ്താംകോട്ടയിൽ വരുമ്പോൾ നമ്മൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു ഫുഡ് സ്പോട്ടാണ് ബെസ്റ്റ് ബേക്കറി. അവിടെ ഇപ്പോഴും ആ പഴയ രീതിയിൽ നല്ല അടിപൊളി പപ്സൊക്കെ കിട്ടും. അപ്പോൾ യെസ്, സ്റ്റേ ട്യൂൺ, വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.